മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ പടവെട്ടിക്കുന്ന നിവാസികളാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിത മേഖലയായി അടയാളപ്പെടുത്തപ്പെട്ടതിന്റെ പേരിലാണ് ഈ ആളുകളെ, ഈ 27 കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അത് സുരക്ഷിത മേഖലയാണ് പടവെട്ടിക്കുന്ന്, അവിടെ തുടർന്നും താമസിക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇവർ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. ഈ 27 കുടുംബങ്ങളെയും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തി ടൗൺഷിപ്പിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് ഈ സമരത്തിൽ? ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂൾ റോഡ് മുതൽ പടവെട്ടിക്കുന്ന് വരെ ബാക്കി വന്ന 27 കുടുംബങ്ങളെ നിർബന്ധമായും പുനരധിവാസത്തിലേക്ക് ഉൾപ്പെടുത്തണം. ഞങ്ങളോട് ന്യായമായ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ടത്തിലെ സ്കൂൾ റോഡ് മുഴുവൻ പടവെട്ടിക്കുന്നവരെ വാസയോഗ്യമല്ല, അവർക്ക് പുനരധിവാസത്തിൽ അർഹതയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ എല്ലാം മറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട 27 കുടുംബങ്ങൾ അവിടെ തളക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരിതിന് പറയുന്ന ഒരു മാനദണ്ഡം മത്തായിയുടെ 50 മീറ്റർ കുറ്റിക്ക് ചുറ്റുമുള്ളതാ പറയുന്നത്. എന്നാൽ അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മുണ്ടക്കായി പ്രദേശത്ത് 300-400 മീറ്റർ വ്യത്യാസത്തിൽ വീടുകൾ പുനരധിവാസ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവരിതിൽ ഉൾപ്പെടേണ്ടവരല്ല എന്നല്ല. ഈ പ്രദേശത്തെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് പറയുന്നത്? 2019 പുത്തുമല ദുരന്തത്തിന് ശേഷം എല്ലാ വർഷകാലത്തും ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്വന്തം ക്യാമ്പിലേക്ക് ഇറങ്ങിപ്പോയതല്ല. ഇവിടുന്ന്, അതായത് ശാസ്ത്രജ്ഞന്മാർ അവരും വന്നിട്ട് ഇവിടെ ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാറുന്നത്. അങ്ങനെ മാറ്റുന്നത്, ഈ സർക്കാർ മാറ്റുന്ന കാരണം എന്താ? അവിടെ ദുരന്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നല്ലേ. അവിടെ ഇനിയും വളരെ പ്രയാസപ്പെട്ട ഏരിയകളുണ്ട്. അത് അടുത്ത വർഷകാലത്ത് നമുക്ക് പൊട്ടുമെന്നോ പൊട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഇവരവിടെ പുനരധിവസിപ്പിച്ചാൽ ഈ വരുന്ന വർഷകാലത്ത് ഇവർ നമ്മളവിടുന്ന് മാറ്റുമില്ലേ? ഇവർ പറയട്ടെ. ഞങ്ങളിപ്പോൾ അവിടെ പോയി താമസിച്ചാൽ ഇനി ജൂൺ ജൂലൈയിൽ വർഷക്കാലമായി. ഈ വർഷക്കാലത്ത് ഇതേ സർക്കാർ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും വന്നിട്ട് ഞങ്ങളവിടുന്ന് വീണ്ടും മാറ്റി താമസിപ്പിക്കും. അതെന്തിനാണ്? അത് നമ്മൾക്ക് അറിയേണ്ടത്. അത് ന്യായമായ ഒരു ചോദ്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം 100% വാഷ് ഔട്ടായ പ്രദേശത്തൂടെ വേണം ഞങ്ങൾ പോകാൻ. അവിടുന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ അളിയന്മാർ, ഞങ്ങളെ പെങ്ങന്മാർ, ഞങ്ങളെ ചോരകൾ അവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അവരെ ശവത്തിലൂടെ ചവിട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ. ഈ പ്രയാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിയിട്ട് വളരെ ന്യായമായ ഒരു ആവശ്യം മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് പടവെട്ടിക്കുന്നുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പടവെട്ടിക്കുന്നിലേക്കുള്ള വഴി, ഈ ദുരന്ത ഭൂമിയായി മാറിയ സ്കൂൾ റോഡ് വഴി വേണം അവർ പടവെട്ടിക്കുന്നിലെത്താൻ. മറ്റൊന്ന്, 2019 മുതൽ എല്ലാ മഴക്കാലത്തും സർക്കാർ തന്നെ മാറ്റിപ്പാർപ്പിക്കുന്നവരാണ് ഈ പടവെട്ടിക്കുന്ന് മേഖലയിലുള്ളവർ. അത്രയും അപകടകരമായ ഒരു മേഖലയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വീണ്ടും താമസിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പടവെട്ടിക്കുന്നുകാർക്ക് ചോദിക്കാനുള്ളത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.